സജിയ മോളിയും പ്രാർത്ഥനയ്ക്ക് കണ്ടിട്ട് കുറച്ചു നാളായാലും ഓടിയേ. പല പ്രാവശ്യം വിളിച്ചു. അന്നേരം ഒക്കെ ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത്, രണ്ടുമല്ലെങ്കിൽ പ്രതികരണമില്ല. ഓ, അവരുടെ ഫോൺ ഇനി ഓണാക്കി പരിധിക്ക് അകത്ത് കൊണ്ടുവരണമെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരണം, അല്ലെങ്കിൽ ജോലിക്ക് വല്ല പ്രശ്നം വരണം. ആ, നീ എന്തായാലും മോളി ഒന്ന് വിളിച്ചു നോക്കടി. ഹലോ, മോളിയല്ലേ? എന്നാ ഉണ്ട് വിശേഷം? കുറച്ചു നാളായല്ലോ പ്രാർത്ഥനയ്ക്കൊക്കെ കണ്ടിട്ട്. ഓ, അത് ശരി. അപ്പൊ ഞായറാഴ്ച IELTS ക്ലാസ്സിന് പോക്കല്ലേ? അല്ല, ഇട ദിവസങ്ങളിലും കണ്ടില്ല. ഓ, അപ്പൊ ഓഫ് ഉള്ളപ്പം ബേബി സിറ്റിങ്ങും തുടങ്ങിയോ? ശരി ശരി, നടക്കട്ടെ. ആ, പ്രാർത്ഥനയ്ക്ക് വല്ല വിഷയമുണ്ടേ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. എന്റെ ജനമോ അറിയുന്നില്ല. മേൽപക്ഷിയും കൊക്കും മടങ്ങി വരാനുള്ള സമയം അറിയുന്നു. എന്റെ ജനം എപ്പോഴാണപ്പാ മടങ്ങി വരിക? ആർത്തി മൂത്താ പിന്നെ ആർക്കാ ദൈവത്തെ വേണ്ടത്? ദിവ്യാഗ്രഹം എല്ലാ ദോഷത്തിനും കാരണം. ഭൗതിക സുഖങ്ങളാകുന്ന ദാനങ്ങൾ മതി എല്ലാവർക്കും. ദാനങ്ങൾ നൽകുന്ന ദൈവത്തെ ആർക്കും വേണ്ട. ആ, എല്ലാവരുടെയും മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ചെയ്യുക? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊള്ളുന്നു. ബിജുമൻ KP@yahoo.co.in. താങ്ക് യു.